നമുക്കറിയില്ല കേട്ടോ. കാരണം ഒത്തിരി ഉറപ്പുകൾ നമുക്ക് തരിക ഈ കഴിഞ്ഞ മാസം വരെ രണ്ടാം കൂടെ ഉണ്ടായിരിക്കുമെന്നും മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുകയാണെന്ന് അടുത്തതായിട്ട് പിന്തുണ അറിയിച്ചുകൊണ്ട് ഈ ധർണാ പരിപാടിയുടെ അധ്യക്ഷങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം കളക്ഷൻ ഏജന്റുമാരുടെ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഖേദകരമായ അവസ്ഥയാണ്. എനിക്കറിയാം മോഹൻദാസ് എന്ന് പറയുന്ന ഈ സമര പരിപാടി പങ്കെടുക്കുന്ന അദ്ദേഹം നിരന്തരം ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് നാളിതുവരെയായിട്ടും ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം മാനേജ്മെന്റ് ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇവിടെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ അറിയാം. ആ ബാങ്കിൽ ജോലി എടുക്കുന്ന സ്ഥിരം ജീവനക്കാർ ചെയ്തിട്ടില്ല. നമുക്കറിയാം കോട്ടയം ജില്ലാ ബാങ്കിൽ 2004 മുതലുള്ള ഏതാണ്ട് 13ഓളം വരുന്ന കളക്ഷൻ ഏജന്റുമാരെ രജിസ്ട്രാർ റിലൈസ് ചെയ്താണ്. നാളിതുവരെയും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊന്നും തന്നെ പക്ഷേ ഇതുവരെ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ നാളുകളിലായിട്ട് ഇവർക്ക് കുറച്ച് വേതനങ്ങളൊക്കെ പരിഷ്കരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്കറിയാം ഏതാണ്ട് 1 ലക്ഷം രൂപ കളക്ഷൻ എടുത്താൽ മാത്രമേ ഇവർക്കൊരു വേതനം എന്ന നിലയിലേക്ക് ഇവർക്ക് ലഭിക്കുമായിരുന്നുള്ളൂ. അത് പരിഷ്കരിച്ച് 1,50,000 30,000 ആക്കി കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ തോതിലെങ്കിലുമുള്ള വേതനമാണ് അവർക്ക് കിട്ടിപ്പോരുന്നത്. എന്നാൽ അവർക്ക് PF ഉൾപ്പെടെയുള്ള വെൽഫെയർ ഫണ്ട് അതുപോലെ ഇൻഷുറൻസിന് മേഖലയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്ക് പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഇവർ 40 വർഷം വരെ ഇവിടെ സേവനമുള്ള ജീവനക്കാരുണ്ടെന്ന് നമ്മൾ സൂചിപ്പിക്കുന്നു. അപ്പം അങ്ങനെ അത്തരത്തിൽ ബാങ്കിന് വേണ്ടി ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യം, നമുക്കറിയാം പല കോടതി വിധികളുമുണ്ട്. താൽക്കാലിക ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെ നൽകണമെന്നുള്ള കോടതി വിധികളുണ്ട്. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ നമുക്കറിയാം നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കും, കഴിഞ്ഞ ഡിസംബറിൽ ഈ ബാങ്കിന് മേലിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിനായിട്ടുള്ള താൽക്കാലികരുടെ ജീവനക്കാരുടെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്ഭവൻ മാർച്ച് പോലുള്ള വലിയൊരു സമരപരിപാടി ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തുകയുണ്ടായി. ഈ താൽക്കാലിക ജീവനക്കാരുടെ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെന്റ് അത്തരത്തിലുള്ള അവരുടെ വിഷയങ്ങൾ ഉടനെ തന്നെ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല ബാങ്കുകളിലും ഇത്തരത്തിലുള്ള താൽക്കാലിക ജീവനക്കാരുടെ വേതനങ്ങൾ പല ബാങ്കിലും വ്യത്യസ്തമായ രീതിയിലാണ് കൊടുത്തു വരുന്നത്. ചിലർക്ക് വളരെ തുച്ഛമായ രീതിയിലുള്ള വേതനമാണെങ്കിൽ ചിലർക്ക് കുറച്ചും കൂടെ വർധനവ്. ഏകീകൃതമായ ഒരു നിലപാട് ബാങ്കിങ് മേഖലയിൽ എടുത്തു വരുന്നില്ല. നിരവധിയായിട്ടുള്ള താൽക്കാലിക ജീവനക്കാരെ അതുപോലെ തന്നെ അവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് മാനേജ്മെന്റ് മുതിരുന്നത്. അങ്ങനെ പിരിച്ചുവിട്ടുകൊണ്ട് നമുക്കറിയാം SBI പോലുള്ള ബാങ്കുകളിൽ ഇത്തരത്തിലുള്ള അപ്രന്റീസ് അതുപോലെ പുറത്തുനിന്നുള്ള ഏജൻസികളെ നിയമിച്ചുകൊണ്ട് ബാങ്കിലെ സേവനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിനും വലിയ ഏജൻസികൾക്ക് വലിയ തോതിലുള്ള എമൗണ്ട് കൊടുത്തുകൊണ്ട് ഈ ബാങ്കിങ് മേഖല പണിയേൽപ്പിക്കുന്ന നിലപാടിലേക്ക് പോകുന്ന ഒരു നിലപാട് കണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം കളക്ഷൻ ഏജന്റുമാർ